ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഈ Canon M50 കുറിച്ചുള്ളതാണ്. അതായത് ഞാൻ ഒരാഴ്ച മുമ്പ് പോയിട്ട് വാങ്ങിച്ചൊരു മിറർലെസ് ക്യാമറയാണ് ഇത്. എൻ്റെ ഫോൺ ഇതുവരെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്തിരുന്നത് എൻ്റെ ഈ ഗാലക്സി S8ലാണ്. സോ വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു ക്യാമറയാണിത്. സോ ഈ ഒരു ക്യാമറ വാങ്ങിക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മറൈൻ സ്റ്റേഷനായിട്ടുള്ള അൽസീഫ് എന്നുള്ളൊരു പ്ലേസിലാണ്. ഇവിടെ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലേസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. സോ Canon M50യുടെ വിശേഷങ്ങളും അൽസീഫിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. സോ കീപ് വാച്ചിങ്. ആദ്യം തന്നെ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ M50യിൽ എടുത്ത വീഡിയോ ആണ്. ഇതൊരു 10 സെക്കൻഡ് പുറകോട്ട് പോയിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഇത് മൊബൈലിലുള്ള വീഡിയോയും ഈ ക്യാമറയിലുള്ള വീഡിയോൻ്റെയും ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ്. ഈ ക്യാമറ വാങ്ങിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. അതായത് എന്താ പറയുക, ഞാൻ ആദ്യം മൊബൈലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മൊബൈലിലുള്ള നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, പോക്കറ്റിലിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ക്യാമറയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു സെറ്റപ്പായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും സെക്യൂരിറ്റി ആയാലും അതുപോലെ പോലീസ് ആയാലും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാം. പെർമിഷൻ ഉണ്ടോ, അതുപോലെ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടോ, വീഡിയോഗ്രാഫർ ആണോ, ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ലൈസൻസ് ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും. അത് കാരണം കൊണ്ട് തന്നെ ഒരു ചെറിയ ക്യാമറ വാങ്ങിക്കണം എന്നായിരുന്നു മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിരിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. സോ മിറർലെസ് ക്യാമറകൾ DSLRന് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരിക്കും. നമുക്ക് ഇത് പോക്കറ്റിലിട്ടിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതൊരു സൈസ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിരുന്നു. ഈ ക്യാമറ വളരെ ചെറുതാണ്, നമുക്ക് പോക്കറ്റിലിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഒരു എൻട്രി ലെവൽ മിറർലെസ് ക്യാമറ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു M50. 2300-2400 ദിർഹംസിന് നമുക്ക് ഈ ക്യാമറ ഷോപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും. ഞാനിവിടെ ഒരു സെയിലുള്ള ദിവസമാണ് വാങ്ങിച്ചത്. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് 2000 ദിർഹംസിന് ഈ ക്യാമറ കിട്ടി. അതിലൂടെ ഒരുപാട് ആക്സസറീസും കിട്ടി. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്യാമറകളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റിങ്ങും ഒരുപാട് റിവ്യൂസും ഉള്ളൊരു ക്യാമറയാണ്. ഭയങ്കര ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു Canon M50. പിന്നെ നമ്മൾ എത്ര പൈസ കൊടുത്തിട്ടൊരു ക്യാമറ വാങ്ങിക്കുമ്പോഴും വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറ വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഫീച്ചർ എന്തെന്ന് വെച്ച് പറഞ്ഞാൽ ഓട്ടോ ഫോക്കസ് ആണ്. ആ ഒരു ക്യാമറ എത്രമാത്രം ഫാസ്റ്റായിട്ടാണ് ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ വീഡിയോ പിന്നീട് കാണാനുള്ളൊരു രസം. നമ്മൾ എത്ര ഒരു വീഡിയോ ഷൂട്ട് ചെയ്താലും നമ്മൾ അതിലുള്ള സബ്ജക്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ കാണാൻ രസം ഉണ്ടാവില്ല. നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ നടക്കുമ്പോഴായാലും ഓടുമ്പോഴായാലും നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എപ്പോഴും വീഡിയോയിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ഈ ക്യാമറ ശ്രദ്ധിക്കുന്നു. സോ ആ കാര്യത്തിൽ Canon M50 ഗെറ്റിംഗ് എ ബിഗ് തംസ് അപ്പ്. ഗൈസ്, നാലാമത്തെ ഈ ക്യാമറയുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ദിസ് ക്യാമറ ഹാസ് എ ഫ്ലിപ്പ് സ്ക്രീൻ. അതായത് നമുക്ക് മൊബൈലിൽ സെൽഫി വീഡിയോ എടുക്കുന്ന പോലെ നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതൊരു വ്ളോഗർക്ക് മാത്രമാണ് അതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ആണോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ വീഡിയോയിൽ ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ഫ്ലിപ്പ് സ്ക്രീൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നുള്ളൂ. സോ വ്ളോഗിങ്ങിന് നമുക്ക് ഈ ഫ്ലിപ്പ് സ്ക്രീൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അതിന് കാരണം ഇവിടെ ഭയങ്കര കാറ്റാണ്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു എക്സ്റ്റേണൽ മൈക്ക് ഇൻപുട്ടും ഈ ക്യാമറയിലുണ്ട്. അതും ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഇതൊക്കെയാണ് ഈ ക്യാമറ വാങ്ങിക്കാനുണ്ടായ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പ്ലസ് പോയിന്റ്. സോ ഞാൻ വാങ്ങിച്ച ക്യാമറ ആയത് കാരണം കൊണ്ട് നല്ലത് മാത്രമല്ല പറയുന്നുള്ളൂ, ഇതിന് കുറച്ച് ഡ്രോബാക്കും ഉണ്ട്. സോ ഞാൻ ആ ഡ്രോബാക്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് അൽസീഫ് ഒന്ന് കാണാം.
അൽസീഫ് എന്ന് പറയുന്നത് ഒരു മറൈൻ സ്റ്റേഷനാണ്. നമ്മുടെ ദുബായ് മറീന പോലെ ഒരു ചെറിയൊരു സ്ഥലം. നമുക്കിവിടെ ഒരുപാട് യാട്ടുകളും ബോട്ടും കാര്യങ്ങളൊക്കെ റെൻറ്റ് ചെയ്യാൻ കിട്ടും. ഒരു 1.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ബുർജ്മാൻ മുതൽക്ക് അൽഫഹീദി വരെയുള്ള ഒരു പ്ലേസാണ് ഈ ഒരു സ്ഥലം. അതായത് പഴയ ദുബായും പുതിയ ദുബായും മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഈ ഒരു അൽസീഫ് എന്ന് പറയുന്നത്. നമ്മൾ അൽഫഹീദി എന്ന് പറയുന്നത് ദുബായിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രിക്റ്റാണ്. അങ്ങോട്ട് പോകുന്തോറും അവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒരു പുതിയ രീതിയിലുള്ളതും, ബുർജ്മാൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ബിൽഡിങ്ങുകളായാലും കോഫി ഷോപ്പുകളായാലും റെസ്റ്റോറൻറ്റുകളായാലും എല്ലാം ഒരു മോഡേൺ സ്റ്റൈലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു സ്ഥലം. വൈകിട്ടൊക്കെ നടക്കാനിറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. ബുർജ്മാനിലാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് 1 ഇറങ്ങിയിട്ട് നമുക്കൊരു 500 മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അൽഫഹീദിലാണെന്നുണ്ടെങ്കിൽ ഏത് എക്സിറ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആ ഒരു ക്രീക്ക് സൈഡാണ് ഈ ഒരു അൽസീഫ്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ മെയിനായിട്ടുള്ള കുറച്ച് ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ റിവ്യൂസ് വായിച്ച് നോക്കിയപ്പോഴും കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് DSLRന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറർലെസ് ക്യാമറകൾ ബാറ്ററി കുറച്ചേ നിൽക്കുള്ളൂ എന്നൊക്കെ. സോ ഞങ്ങൾ 2 ദിവസം മുമ്പ് മറീനയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പോഴും ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആവാൻ തുടങ്ങി. സോ ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ബാറ്ററിയും കൂടി വാങ്ങേണ്ടി വരുന്നുള്ള ഒരു ചിന്തയിലാണ് വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. പിന്നുള്ളൊരു പ്രോബ്ലം എന്തെന്ന് വെച്ച് പറഞ്ഞാൽ വീഡിയോഗ്രാഫി പോലെ ഫോട്ടോഗ്രാഫി ഈ ക്യാമറ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ക്യാമറ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഇറക്കിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ കിറ്റ് ലെൻസ് വരുന്നത് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഫോട്ടോഗ്രാഫിക്ക് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലെൻസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടും ഭയങ്കര ഷാർപ്പായിട്ടും വരുന്നുണ്ട്. പക്ഷേ ഫോട്ടോ എടുത്ത സമയത്ത് പല ഫോട്ടോസും ഔട്ട് ഓഫ് ഫോക്കസും ബ്ലറായിട്ടും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് അറിയില്ല, ചിലപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയാത്ത കാരണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സെറ്റിങ്സ് എന്തെങ്കിലും മാറ്റേണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. എന്തായാലും ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ലെൻസിൻ്റെ സെലക്ഷൻ. നമുക്ക് ഇതിൻ്റെ ലെൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ കിറ്റ് ലെൻസ് വരുന്നത് 15 to 45 mm ലെൻസാണ്. ഇത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മിറർലെസ് ക്യാമറകളുടെ ലെൻസ് കുറച്ച് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ DSLRൽ യൂസ് ചെയ്യുന്ന ലെൻസ് നമ്മളിതിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാനൻ്റെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കണം. അതിന് തന്നെ ഏകദേശം ഒരു 400-500 ദിർഹംസ് ഉണ്ട്. സോ ലെൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ സെലക്ഷനും വളരെ കുറവാണ്. സോ ഇതൊക്കെയാണ് ഈ ക്യാമറ വാങ്ങിക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ ഇതിൻ്റെ പ്ലസ് പോയിൻറ്റുകളും ഡിസഡ്വാൻറ്റേജ് നെഗറ്റീവ് പോയിൻറ്റ്സൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും മണ്ടത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാമറ നിങ്ങളാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സജഷൻസും അതുപോലെ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ Canon M50 എടുത്ത വീഡിയോകളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.